നിലമ്പൂർ മാത്രമല്ല, കേരളം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് കൂടുതൽ സുരക്ഷിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ആമുഖത്തോടു കൂടി നാടകം ആരംഭിക്കുന്നു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. അബദ്ധകലയുടെ രാജകുമാരൻ, തള്ള മെഴുകൽ വിദ്യകളിൽ അഗ്രഗണ്യൻ, വാക്കും ചിന്തയും പ്രവൃത്തിയും അടിമപ്പണിക്കായി സമർപ്പിച്ച ഇടതു കൂടാരത്തിലെ ഗംഭീര നടൻ സരിൻ ഡോക്ടറെ പാലക്കാട് വിജയിപ്പിച്ചതിന് ശേഷം സ്വരാജ് MLA നിലമ്പൂരിൽ വിജയിപ്പിക്കാൻ കൈമൈ മറന്നധ്വാനിക്കുന്ന എക്സ് കൺവീനറുടെ വെള്ളത്തിൽ വരയിലേക്ക് സഹനശക്തരായ സകലർക്കും സുസ്വാഗതം. ഇടദീപിയുടെ കാക്കത്തൊള്ളായിരാമത് നാടകം വിജയം ദുഃഖമാണുണ്ണി, തോൽവിയല്ലോ സുഖം. സ്വരാജാണ് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. നല്ലൊരു ചെറുപ്പക്കാരൻ. പാലക്കാട്ടെ നാടകത്തിൽ ഉപയോഗിച്ച അതേ ഡയലോഗുകൾ ആവർത്തിക്കുന്നതിൽ ആരും അസ്വസ്ഥരാകല്ലേ. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. അണ്ണാ ഒന്നും തോന്നല്ലേ അണ്ണാ, ഈ നല്ല ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോ സരിൻ ഡോക്ടറിനേക്കാൾ ഉത്തമനാണോ അതോ അതിനൊപ്പം വരുമോ? എങ്ങനെയാ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഡോക്ടർ സരിൻ ഇവിടെ മത്സരിക്കുകയാണ്. ഉത്തമനായൊരു ചെറുപ്പക്കാരൻ. EP അണ്ണനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നേ. ഈ ലോകത്തുള്ള ഉത്തമന്മാരെല്ലാം അവിടേക്കല്ലേ ചെന്ന് കയറുന്നത്. ഉത്തമന്മാരിൽ അത്യുത്തമന്മാരും അവിടെ തന്നെയാണ്. പക്ഷെ ചില ഉത്തമന്മാരെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ ഏതെങ്കിലും ഒരു ഉത്തമ മൂല നോക്കി അങ്ങ് ഒതുക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ.